പ്രഥമ കേരള സൂപ്പർ ലീഗിന് കേരള പോലീസ് താരങ്ങളെ സർക്കാർ വിട്ടു നൽകിയില്ല. ഡിപ്പാർട്ട്മെന്റ് താരങ്ങളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ടൂർണമെന്റ് അധികൃതർ സർക്കാരിന് കത്തയച്ചിരുന്നു. KSEB താരങ്ങളെ വിട്ടു നൽകിയെങ്കിലും പോലീസ് ടീമിലെ താരങ്ങളെ വിട്ടു നൽകേണ്ടെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വാശി പിടിക്കുകയായിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് മാതൃകയിലാണ് കേരളത്തിൽ തരംഗമുണ്ടാക്കാൻ മഹീന്ദ്ര കേരള സൂപ്പർ ലീഗ് പ്രഖ്യാപിച്ചത്. സൂപ്പർ ലീഗിലെ പല ടീമുകളും തുടക്കം മുതൽ തന്നെ പോലീസ് ടീമിലെ താരങ്ങളെ വിട്ടുനൽകാനായി സർക്കാരിനെ സമീപിച്ചിരുന്നു. സൂപ്പർ ലീഗ് ടൂർണമെന്റ് അധികൃതരും ഡിപ്പാർട്ട്മെന്റ് താരങ്ങളെ വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് മുഖ്യമന്ത്രിക്കും കത്തയച്ചു. എന്നാൽ ടൂർണമെന്റ് ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും സർക്കാരിന്റെ മറുപടി എത്തിയിട്ടില്ല. KSEB താരങ്ങൾ പല ടീമുകളിലായി കളിക്കുന്നുണ്ട്. എന്നാൽ പോലീസ് താരങ്ങളുടെ കാര്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പിടിവാശി കാണിക്കുകയായിരുന്നു. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വലിയ അവസരമാണ് ഇതോടെ താരങ്ങൾക്ക് നഷ്ടമായത്. നേരത്തെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നേരിട്ട് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് തല ടൂർണമെന്റിലേക്കും ടീമിനെ വിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. പണമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് ടീമിനെ വിടാതിരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഇരട്ട നീതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് പോലീസ് താരങ്ങൾ ഉയർത്തുന്നത്. സമീപകാലത്ത് മികച്ച പ്രകടനമാണ് ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ കേരള പോലീസിലെ പല പ്രമുഖ താരങ്ങളെയും റാഞ്ചാൻ സൂപ്പർ ലീഗ് കേരള ക്ലബ്ബുകൾ ആഗ്രഹിച്ചിരുന്നു. സൂപ്പർ ലീഗിൽ ലഭിക്കുന്ന മുഴുവൻ പ്രതിഫലവും സർക്കാരിലേക്ക് അടച്ചാൽ താരങ്ങളെ വിട്ടു നൽകാമെന്ന് തുടക്കത്തിൽ ആഭ്യന്തര വകുപ്പ് നിലപാടെടുത്തിരുന്നു. ഇത് കളിക്കാർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് താരങ്ങളെ വിട്ടു നൽകേണ്ടെന്ന് തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. സൂപ്പർ ലീഗിൽ പങ്കെടുക്കുന്നത് താരങ്ങൾക്കും പോലീസ് ടീമിനും ഒരുപോലെ ഗുണകരമായിരിക്കുമെന്നിരിക്കെ സർക്കാരിന്റെ കടുംപിടുത്തത്തിൽ വലിയ പ്രതിഷേധമാണ് വരുന്നത്. നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.